എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 17, 18 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ബ്രാഹ്മണൻ്റെ വരവാണ്. ദൂരെ നിന്ന് ആരോ വന്നിട്ടുണ്ട് ഭഗവാനെ കാണിക്കാൻ എന്ന് ഭടൻ പറഞ്ഞപ്പോൾ, വേത്രി പറഞ്ഞപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള അനുമതി കൊടുത്തു. അതിനെ തുടർന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് കവി പറയണത്. നമുക്ക് ആദ്യം 17ാമത്തെ ശ്ലോകം നോക്കാം. പ്രവേശിതസ്തേന തഥേതി വിപ്രോ വർഷന്തമക്ഷ്ണോരമൃതസ്യ ധാരാം ദദർശ ഹേമാഭരണാഭിരാമം കൃഷ്ണം തടിത്വന്തമിവാംബുവാഹം. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഉപമ പ്രയോഗിക്കുന്ന ശ്ലോകമാണ്. ആദ്യം പദച്ഛേദം പറയാം. പ്രവേശിത തേന തഥാ ഇതി വിപ്ര വർഷന്തം അക്ഷ്ണോഃ അമൃതസ്യ ധാരാം ദദർശ ഹേമാഭരണാഭിരാമം കൃഷ്ണം തടിത്വന്തം ഇവ അംബുവാഹം. ഭഗവാനെ ബ്രാഹ്മണൻ കാണുന്നതായിട്ടാണ് വർണ്ണിക്കുന്നത്. തേന തഥാ ഇതി പ്രവേശിത വിപ്ര. തേന തേന വേത്രിണ, ആ വേത്രിയാൽ, തഥാ അപ്രകാരം അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ അടുത്തുനിന്ന് പോയില്ലോ ആ വേത്രി. നേരെ കോട്ടവാതിൽക്കൽ പോയിട്ട് ബ്രാഹ്മണനെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. തഥേതി പ്രവേശിത, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് പ്രവേശിപ്പിക്കപ്പെട്ടവനായ വിപ്ര ബ്രാഹ്മണൻ ഭഗവാനെ കണ്ടു, കൃഷ്ണനെ കണ്ടു. കൃഷ്ണം ദദർശ, അതാണ് വാക്യം. എങ്ങനെയുള്ള ഭഗവാനെ എന്നുള്ളത് ഒരു ഉപമാലങ്കാരം കൊണ്ടും രൂപകാലങ്കാരം കൊണ്ടും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലാണ് രൂപകാലങ്കാരം വരുന്നത്. ഇവിടെ പറയാണ് അക്ഷ്ണോഃ അമൃതസ്യ ധാരാം വർഷന്തം. അക്ഷ്ണോഃ അക്ഷികൾക്ക്, കണ്ണുകൾക്ക്, അമൃതസ്യ അമൃതത്തിൻ്റെ, അമൃതം മോക്ഷം നൽകുന്ന വസ്തുവാണ്, അതായത് ഭഗവാനിലേക്ക് ചേർക്കുന്നതാണ്. അവിടെ മരണവുമില്ല ജനനവുമില്ലാത്തൊരവസ്ഥ. അത് അമൃത് കൊണ്ടാണ് ലഭിക്കുന്നത്, ഭഗവത് പ്രാപ്തി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അമൃതം ഇങ്ങനെ പെയ്യാണ് ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന്. അതാണ് അമൃതസ്യ ധാര. കണ്ണുകളിൽ നിന്ന് അമൃത് പെയ്യുക എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ്റെ ഒരു ഭാഗ്യം. അവിടെ ഭഗവാന്റെ കടാക്ഷങ്ങളെ കൊണ്ട് തന്നെ ബ്രാഹ്മണന് അപ്പോൾ തന്നെ മോക്ഷം കിട്ടിയ പോലെ. അതുപോലെ തന്നെ ഭഗവാന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ആനന്ദം, ഒരു സുഖം ഒട്ടും പരിചയമില്ല, ഇതുവരെ കണ്ടിട്ടേയില്ല, ആദ്യമായിട്ട് കാണുകയാണ്. എന്നിട്ടും ഇത്ര പരിചിതമായിട്ടുള്ളൊരു ഭാവം, ഇത്രയ്ക്ക് വാത്സല്യം, അതൊക്കെ ഭഗവാന്റെ മാത്രം പ്രത്യേകതകളാണ്. ശ്രീകൃഷ്ണനെ നോക്കുമ്പോൾ മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതാണ് ബ്രാഹ്മണന്, ദൂരെ നിന്ന് വരുന്ന ബ്രാഹ്മണന് പോലും തോന്നിയത്. അതാണ് അമൃതസ്യ ധാരാം വർഷന്തം. മാത്രമല്ല, അപ്പോൾ അത് ഇങ്ങനെ അമൃതസ്യ ധാര എന്ന് പറയുമ്പോൾ ഈ മഴ പെയ്യുക അല്ലെങ്കിൽ വൃഷ്ടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് മേഘത്തിൽ നിന്നാണല്ലോ. ഭഗവാനെ ഒരു മേഘമായിട്ട് തന്നെയാണ് ബ്രാഹ്മണൻ കണ്ടത്. എങ്ങനെയുള്ള മേഘം? കൃഷ്ണം തടിത്വന്തം, നല്ല കറുത്തൊരു മേഘം പോലെ, ഒരു ശ്യാമമേഘത്തെ പോലെ. പെയ്യുന്ന മഴ എന്നുള്ളത് അമൃതിൻ്റെ മഴയാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ അംബുവാഹമായിട്ടും വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപമാലങ്കാരം വരും. കൃഷ്ണനെ മേഘമായിട്ട് തന്നെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ രൂപകാലങ്കാരം, രണ്ടിൻ്റെയും കൂടിയിട്ടുള്ളൊരു ചേർച്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കവി പറയാണ്, ഹേമ ആഭരണ അഭിരാമം കൃഷ്ണം തടിത്വന്തം അംബുവാഹം ഇവ. ഹേമ ആഭരണം, ഹേമം സ്വർണം, സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന കൃഷ്ണനെ, അതായത് ഭഗവാന്റെ ശരീരത്തിൽ കറുത്ത ശരീരമായതുകൊണ്ട് നല്ല മഞ്ഞ നിറത്തിലുള്ള ലോഹം നന്നായി ശോഭിക്കും. മഞ്ഞ, അതായത് സ്വർണം മഞ്ഞ ലോഹമാണല്ലോ. ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് ഭഗവാന്റെ കഴുത്തിലും കയ്യുമയൊക്കെ കിടന്നിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ ബ്രാഹ്മണന് തോന്നിയത്, അല്ലെങ്കിൽ സുകുമാര കവിക്ക് തോന്നുകയാണ്, അത്രയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന കറുത്ത നീല നിറത്തിലുള്ള ശ്യാമവർണ്ണനായ ഭഗവാനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള വിദ്യുല്ലത കൊണ്ട് അലങ്കരിച്ച ഒരു കറുത്ത മേഘം, മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നൊരു മേഘം പോലെയായിട്ടാണ് ബ്രാഹ്മണൻ കണ്ടത് എന്നർത്ഥം. അതാണ് ഹേമാഭരണാഭിരാമം കൃഷ്ണം. ഹേമാഭരണം കൊണ്ട് സുന്ദരനായിരിക്കുന്ന കൃഷ്ണനെ തടിത്വന്തം അംബുവാഹമിവ, വിദ്യുല്ലത കൊണ്ട്, ഇടിമിന്നൽ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായ അംബുവാഹം, അംബുവാഹം മേഘം, മേഘത്തെ എന്ന പോലെ ആ ബ്രാഹ്മണൻ കണ്ടു. അപ്പോൾ മേഘമാണല്ലോ വർഷിക്കുക.
ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് അമൃതിൻ്റെ പ്രവാഹം വർഷിച്ചു കൊണ്ടേയിരുന്നു. ആ വാത്സല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അടുപ്പത്തിൻ്റെയൊക്കെ ഒരു ആകർഷണമാണ് കണ്ണുകളിൽ നിന്ന് ബ്രാഹ്മണന് ലഭിച്ചത്. ഒരു പരിചയക്കേട് ഒന്നും തോന്നിയില്ല. അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് താൻ വന്നത്, പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്കാണ് താൻ വന്നത് എന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലാതെയാക്കുന്ന വിധത്തിലായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ആ പെരുമാറ്റം. അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. നമ്മളെ കാണാനായിട്ട് വരണവരെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടോ അഹംഭാവത്തോട് കൂടിയിട്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്താണ് അവരുടെ ആഗ്രഹം, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഭഗവാൻ അറിയാം ബ്രാഹ്മണൻ എന്തിനാണ് വരണത് എന്ന്. എന്നാലും ആ മുഖത്ത് ആ ഭാവം, വാത്സല്യഭാവം, ഭക്തനോടുള്ള ആ ഒരു അടുപ്പം ഭഗവാൻ നല്ലവണ്ണം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല നല്ല രസകരമായിട്ടുള്ളൊരു വൃത്താന്തമാണല്ലോ കേൾക്കാൻ പോണത്. അതിൻ്റെ ഒരു സന്തോഷവും ഭഗവാന്റെ മുഖത്ത് ഉണ്ടായിരുന്നിരിക്കണം. നമുക്ക് 18ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അക്ഷോഭ്യമാനന്ദമിന്ദ്രിയാണാം അസീമഗാംഭീര്യമതിപ്രസന്നം തം പശ്യതഃ കൃഷ്ണമഹാതടാകം ദ്വിജന്മനഃശാന്ത ഇവ ശ്രമോഭൂത്. ഇതും സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് ബ്രാഹ്മണൻ്റെ അവസ്ഥ എന്തായി എന്ന് വർണ്ണിക്കുകയാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അക്ഷോഭ്യം ആനന്ദദം ഇന്ദ്രിയാണാം അസീമ ഗാംഭീര്യം അതിപ്രസന്നം തം പശ്യത കൃഷ്ണമഹാതടാകം ദ്വിജന്മന ശാന്ത ഇവ ശ്രമ അഭൂത്. ഭഗവാനെ കണ്ടപ്പോൾ ഒരു നല്ല ഇരുണ്ട വെള്ളം, നീല നിറത്തിലുള്ള വെള്ളമുള്ളതായൊരു തടാകം പോലെ തോന്നിച്ചു. അതാണ് ഇവിടെ പറയണത് കൃഷ്ണ മഹാതടാകം. കൃഷ്ണനാകുന്നൊരു മഹാതടാകത്തിനെ കണ്ടപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ എല്ലാ ക്ഷീണവും മാറി. എങ്ങനെയുള്ളതായിരുന്നു ആ തടാകം? കൃഷ്ണൻ്റെ സ്വഭാവവും തടാകത്തിൻ്റെ സ്വഭാവവും ഒരുപോലെ വർണ്ണിക്കാൻ പറ്റണ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അക്ഷോഭ്യം ഇന്ദ്രിയാണാം ആനന്ദദം അസീമഗാംഭീര്യം അതിപ്രസന്നം തം കൃഷ്ണമഹാതടാകം. എങ്ങനെയൊക്കെയുള്ളതായിരുന്നു? അക്ഷോഭ്യം, ക്ഷോഭമൊട്ടുമില്ലാത്തത്. ഭഗവാന്റെ മുഖത്തുമില്ല ക്ഷോഭം, തടാകത്തിലുമില്ല ക്ഷോഭം. ക്ഷോഭം എന്ന് പറയുമ്പോൾ ഭാവമാറ്റങ്ങളാണ്. സാധാരണയായിട്ട് ക്ഷോഭം എന്ന് പറയുന്നത് ദേഷ്യത്തിൻ്റെ ഒപ്പം വരുന്നതായിട്ടുള്ളൊരു ഭാവമാണ്. അതൊട്ടും ഉണ്ടായിരുന്നില്ല. മുഖത്ത് വളരെ പ്രസന്ന ഭാവമായിരുന്നു. തടാകത്തിന് അക്ഷോഭ്യത എന്ന് പറഞ്ഞാൽ ഒരു ചലനങ്ങളൊന്നും ഇല്ലാതെ, വലിയ വലിയ തിരമാലകളോ അല ഒലികളോ ഒന്നും ഇല്ലാത്തതായ നല്ല തെളിഞ്ഞു കിടക്കുന്ന, അനങ്ങാതെ കിടക്കണ വെള്ളത്തോട് കൂടിയ തടാകം, അതാണ് അക്ഷോഭ്യം. അങ്ങനെയുള്ള തടാകങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടാവും. അതാണ് ഇന്ദ്രിയാണാം ആനന്ദം. ഇന്ദ്രിയങ്ങൾക്ക്, കണ്ണിനും അതുപോലെ ത്വക്കിനുമൊക്കെ നല്ല സുഖം നൽകുന്നതായ, കാണുമ്പോൾ തന്നെ സ്പർശിക്കാൻ തോന്നുന്ന, കാണുമ്പോൾ തന്നെ ആനന്ദം നൽകുന്നതായ നല്ലൊരു തടാകം. ഭഗവാനെ കാണുന്നതോടു കൂടിയിട്ട് ഇന്ദ്രിയങ്ങൾക്കെല്ലാം തർപ്പണമുണ്ടായി. കണ്ണിനാകട്ടെ, മൂക്കിനാകട്ടെ, ചെവിക്കാകട്ടെ, ത്വക്കിനാകട്ടെ, നാവിനാകട്ടെ, എല്ലാത്തിനും എവിടെ നിന്നോ വന്നു ചേർന്നതായ പരിപൂർണമായിട്ടുള്ളൊരു തൃപ്തി. അതാണ് ഇന്ദ്രിയാണാം ആനന്ദദം, ആനന്ദം നൽകുന്നതും. മറ്റൊന്ന് അസീമ ഗാംഭീര്യം, ഒടുങ്ങാത്ത അത്രയ്ക്ക് ഗാംഭീര്യം. നല്ല ആഴമുണ്ട്, നല്ല പരപ്പുണ്ട്. എത്ര ദൂരം വരെയാണ് അത് വ്യാപിച്ച് കിടക്കണത് എന്നറിയില്ല. അത്രയ്ക്ക് വലിയൊരു തടാകം. അതാണ് തടാകത്തിൻ്റെ അർത്ഥത്തിൽ. ഭഗവാന്റെ ഗാംഭീര്യത്തിനെ പറ്റിയിട്ട് വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റില്ല. പുറമേ നിന്നൊരാൾ വന്ന് കാണുമ്പോൾ തന്നെ അത് അവരുടെ കണ്ണുകളിൽ കൂടെ കണ്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം തന്നെയുള്ളൂ. അല്ലാതെ അത് വാക്കുകൾ വർണ്ണനാതീതമാണ്. ആ പ്രൗഢമായിട്ടുള്ളൊരു ഇരിപ്പ് നമുക്ക് കണ്ണ് അടച്ചിങ്ങനെ ആലോചിച്ചാൽ കാണാൻ പറ്റും. ബ്രാഹ്മണൻ വന്ന് കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങിയുള്ളൊരു ഇരിപ്പുണ്ടല്ലോ, കണ്ടാൽ ആർക്കും തോന്നിപ്പോവും ഈ ആളെ തന്നെയാണ് ഞാൻ അന്വേഷിച്ചു വന്നത്, ഇങ്ങനെ ഒരാളെ തന്നെയാണ് എനിക്ക് കാണേണ്ടിയിരുന്നത് എന്ന തോന്നലുണ്ടാക്കും വിധത്തിലുള്ളതായ പ്രൗഢമായിട്ടുള്ള പരിഗണനയോട് കൂടിയിട്ടുള്ള ഒരു ഇരിപ്പ്. അതാണ് അസീമമായിട്ടുള്ള ഗാംഭീര്യം. ഇനി അതിപ്രസന്നം, മുഖത്ത് നല്ല തെളിച്ചമുണ്ട്, നല്ല പ്രസാദാത്മകതയുണ്ട്. ഒട്ടും ഒരു ക്രുദ്ധഭാവമോ ഒരു വിലയില്ലായോ അവജ്ഞയോ മുഖഭാവത്തിലുമില്ല, ഉള്ളിലുമില്ല, എവിടെയില്ല. അങ്ങനെ തെളിഞ്ഞ മുഖഭാവത്തോടു കൂടിയിരിക്കുന്ന അങ്ങനെയുള്ള ആ കൃഷ്ണൻ എന്നു പേരുള്ള മഹാതടാകത്തിനെ തം കൃഷ്ണ മഹാതടാകം പശ്യത കണ്ടവനായ ദ്വിജന്മന ആ ബ്രാഹ്മണൻ്റെ ശ്രമശാന്ത ഇവ അഭൂത്
ശ്രമം ശാന്തമായി തീർന്നതുപോലെയായി. ശ്രമം അധ്വാനം. പറഞ്ഞുല്ലോ, കുറേ അധികം ദൂരത്ത് നിന്ന് നടന്ന് വരണതിൻ്റെ ഒരു വാട്ടം മുഖത്തും ശരീരത്തിലൊക്കെ കാണാനുണ്ട് എന്ന് വേത്രി അറിയിച്ചിരുന്നു. ആ ക്ഷീണം മുഴുവനും മാറിയതുപോലെയായി. സാധാരണ ക്ഷീണം മാറണമെങ്കിൽ നല്ലോണം വിശ്രമിക്കണം, വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരം കഴിയുന്നെ വേണം ക്ഷീണം മാറാൻ. പക്ഷേ ഇവിടെ ഭഗവാനെ ഒന്ന് കണ്ടേ ഉള്ളൂ, നിമിഷ നേരം കൊണ്ട് ക്ഷീണങ്ങളൊക്കെ മാറിയതുപോലെയായി. ഈ ഒരാളെ തന്നെയാണ് കാണണമെന്ന് വിചാരിച്ച് താൻ വന്നത് എന്ന തോന്നൽ വന്നതോട് കൂടിയിട്ട് ബ്രാഹ്മണൻ്റെ എല്ലാ ക്ഷീണവും പോയി. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ സന്തോഷവും ആനന്ദവുമൊക്കെ ഈ തടാകത്തിൻ്റെ സ്വഭാവം വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റി. ആ തടാകത്തിനെ കണ്ടപ്പോൾ, കൃഷ്ണൻ എന്ന് പറയുന്ന മഹാതടാകത്തിനെ കണ്ടതോട് കൂടിയിട്ട് ബ്രാഹ്മണനും ആനന്ദ തുദ്ദിലനായി എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രവേശിതസ്തേന തഥേതി വിപ്രോ വർഷന്തമക്ഷ്ണോരമൃതസ്യ ധാരാം ദദർശ ഹേമാഭരണാഭിരാമം കൃഷ്ണം തടിത്വന്തമിവാംബുവാഹം അക്ഷോഭ്യമാനന്ദദമിന്ദ്രിയാണാമസീമഗാംഭീര്യമതിപ്രസന്നം തം പശ്യതഃ കൃഷ്ണമഹാതടാകം ദ്വിജന്മനഃശാന്തൈവ ശ്രമോഭൂത്. ഇനി ശാന്തമായിട്ടാണ്, മനസ്സൊക്കെ ഒന്ന് തണുക്കണമല്ലോ, അതുപോലെ ശരീരവും ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഇവരുടെ സംഭാഷണമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.